നമസ്കാരം. ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ ഭരണകൂടത്തെ മറിച്ചിടാൻ ഇറാൻ ജനതയെ തന്നെ കളത്തിലേക്ക് ഇറക്കാനുള്ള ഒരു നീക്കങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം സിറിയയിൽ ആഭ്യന്തര യുദ്ധം കഴിഞ്ഞു, വിമതർ അധികാരം പിടിച്ചു. ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് ഇനി മുന്നിലുള്ള ശത്രു അത് ഇറാനാണ്. അപ്പോൾ ഇറാൻ ജനതയോട് ഇതിനു മുൻപും ബെഞ്ചമിൻ നെതന്യാഹു ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും ഈ വിഷയത്തിൽ ഇറാൻ ഇസ്രായേൽ വാക്പോര് തുടങ്ങിയിരിക്കുകയാണ്. കൃത്യമാണ് നിരീക്ഷണം. പക്ഷേ ചില തമാശകളുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാന്റെ ഒരു പ്രതികരണം, നിങ്ങൾ ആളില്ലാത്ത ഗോൾ പോസ്റ്റിൽ കയറി ഗോളടിക്കുകയാണെന്ന് ഇസ്രായേലിനോട് ഇറാന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയുടെ ഒരു പ്രസ്താവന. ഖമനയി പറഞ്ഞത് സിറിയൻ അസദ് ഭരണകൂടത്തിന്റെ വീഴ്ച ഇസ്രയേൽ അമേരിക്കൻ ഗൂഢാലോചനയുടെ ഫലമെന്നാണ്. അതിന് ഇസ്രയേൽ മറുപടി കൊടുത്തു. ഇറാന്റെ പ്രോക്സികളെ ഓരോന്നായി ഞങ്ങൾ വീഴ്ത്തും, ഇനി ഞങ്ങൾ ഇറാനിലേക്ക് തിരിയുമെന്നാണ്. ആദ്യം നമ്മൾ അതൊരു വെറും വാക്കായി മാത്രമേ കേട്ടുള്ളൂ. പക്ഷെ ഇന്ന് വാർത്തകളുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ പരിശോധിക്കുമ്പോൾ ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത് വീൺവാക്കല്ല എന്ന് ബോധ്യപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റായി പുതുതായി അധികാരമേൽക്കാൻ പോകുന്ന ട്രംപ് ഇതിനകം തന്നെ തന്റെ പണി തുടങ്ങി എന്ന വാർത്തകളാണ് വിദേശ മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ എങ്ങനെ ആക്രമിക്കണം എന്നതിനെക്കുറിച്ച് പദ്ധതി തയ്യാറാക്കാൻ ട്രംപ് ഒരു പ്രത്യേക ടീമിനെ നിയോഗിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. നമ്മൾ ഈ വാർത്തയോട് നെതന്യാഹുവിന്റെ വാക്കുകൾ ചേർത്ത് വയ്ക്കണം. നെതന്യാഹു 2 ദിവസത്തിന് മുൻപ് ഖമനേയിക്ക് മറുപടി കൊടുത്തത് മാത്രമല്ല, ഇന്നലെ സ്വന്തം ജനത, ഇസ്രായേൽ ജനതയെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇറാൻ ജനതയോടുകൂടി അദ്ദേഹം സംസാരിച്ചു. ഇറാൻ അവരുടെ ഭീകര അച്ചുതണ്ടുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അവർക്കെതിരെ നമ്മൾ കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കി ആക്രമണങ്ങൾ തൊടുത്തു. ഇറാന്റെ പ്രോക്സികളെ ഓരോന്നായി ദുർബലപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. അത് എണ്ണിയാണ് നെതന്യാഹു പറഞ്ഞത്. ലെബനനിലെ ഹിസ്ബുള്ള, ഗസയിലെ ഹമാസ്, സിറിയയിലെ കത്തേബ് ഹിസ്ബുള്ള, ഇറാഖിലെ ഷിയ മിലിഷ്യകൾ, യമനിലെ ഹൂതികൾ, ഇവരെയൊക്കെ ദുർബലരാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഹമാസിന്റെ 85% ആളുകളെ നശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ 85% ആയുധങ്ങൾ നിർവീര്യമാക്കാൻ, തകർക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇറാൻ പ്രോക്സികൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ ഇറാനിലേക്ക് തിരിയും. ഇറാൻ ഒരു ആണവ ശക്തിയാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തും. ഇതാണ് നെതന്യാഹു സ്വന്തം ജനതയോട് പറഞ്ഞു. എന്നിട്ട് ഇറാൻ ജനതയോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ശത്രു നിങ്ങളുടെ ഭരണകൂടമാണ്, നിങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, ഞങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശത്രുവിനെ താഴെ ഇറക്കൂ എന്നാണ് ഇറാൻ ജനതയോട് നെതന്യാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുൻപൊരിക്കൽ ഇതേ വാക്കുകൾ നെതന്യാഹുവിന്റെ ഭാഗത്ത് നമ്മൾ കേട്ടു. അപ്പോൾ വളരെ കണിശമായി നീങ്ങുന്ന ഒരു പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോകുന്ന ഇസ്രായേലിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ചില നീക്കങ്ങളുണ്ട്. ഒന്ന് ഖമനേയിയുടെ ചില മുന്നറിയിപ്പുകൾ. ഖമനേയി ഒരിക്കൽ ഹിസ്ബുള്ളയുടെ തുടരാക്രമണങ്ങളെ തുടർന്ന് ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് എതിരെ തിരിഞ്ഞപ്പോൾ ഹിസ്ബുള്ളയെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന മുന്നറിയിപ്പ് അന്ന് ഖമനേയി നൽകി. അതിന്റെ മറുപടി ഇസ്രായേലിന്റെ വ്യക്തമായിരുന്നു. ഈ ഖമനേയിയുടെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഖമനേയി വീണ്ടും ആവർത്തിച്ചു, ഹിസ്ബുള്ളക്കെതിരെയുള്ള ഏത് നീക്കത്തെയും ഞങ്ങൾക്കെതിരായ നീക്കമായി മാത്രമേ കാണൂ. അതിന്റെ ഭവിഷ്യത്തുകൾ ഭയാനകമായിരിക്കും. തൊട്ടടുത്ത ആഴ്ച നമ്മൾ കേൾക്കുന്നത് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ, അതും ബെയ്റൂത്തിലെ ബങ്കറിനുള്ളിലിരുന്ന ഹസൻ നസ്രുള്ളയെ വധിച്ചുകൊണ്ട് ഖമനേയിക്ക് മറുപടി കൊടുത്തു ഇസ്രായേൽ. ഖമനേയിയുടെ വധത്തിലും ഹസൻ നസ്രുള്ളയുടെ വധത്തിലും ഖമനേയി ഒട്ടും ശാന്തനാകാതെ വീണ്ടും ഇസ്രായേലിനെതിരെ മുന്നറിയിപ്പ് നൽകി. നിങ്ങൾക്ക് ഹിസ്ബുള്ളയെ തോൽപ്പിക്കാമെന്നത് വ്യാമോഹം മാത്രമാണ്. ഹിസ്ബുള്ള അതിഭയാനകമായി ഉയർത്തെഴുന്നേൽക്കും. ഇസ്രായേലിന്റെ സർവനാശത്തിനാണ് ഇനി ലോകം സാക്ഷിയാകാൻ പോകുന്നത്. കാത്തിരുന്ന് കണ്ടുകൊള്ളുക എന്നാണ് പറഞ്ഞത്. പിന്നീട് നമ്മൾ കേൾക്കുന്നത് ലെബനൻ മണ്ണിലുള്ള ഹിസ്ബുള്ളയെ തച്ചുടയ്ക്കുന്ന ഇസ്രായേലിന്റെ നീക്കങ്ങളെ കുറിച്ചാണ്. പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഇസ്രായേലിനെ ആക്രമിച്ച ഇറാന് നേർക്ക് അതിശക്തമായ ആക്രമണം അല്ലെങ്കിൽ തിരിച്ചടി നൽകിയ ഇസ്രായേലിനെ കുറിച്ചാണ്. ലെബനൻ മണ്ണിലെ ഹിസ്ബുള്ളയെ തച്ചുടച്ച് പൊടിപടലമാക്കിക്കൊണ്ട് ഇസ്രായേൽ കുതിക്കുന്ന കാഴ്ചയാണ്. പിന്നീട് ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ വേളയിൽ ഇറാൻ നിശബ്ദമായിരുന്നു. ഈ വെടിനിർത്തൽ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കും എന്ന് നമ്മൾ കരുതിയെടുത്ത് വീണ്ടും തെറ്റി. പിന്നീട് നമ്മൾ കേൾക്കുന്നത്
അസദ് ഭരണകൂടത്തിനെതിരെയുള്ള വിമത സേനയുടെ മുന്നേറ്റമാണ്. അത് നമ്മൾ ആദ്യം കേട്ടതുപോലെ ഇദ്ലിബ് അലപ്പോ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നില്ല. ഇദ്ലിബ് അലപ്പോയിൽ നിന്ന് തുടങ്ങിയ HTSന്റെയും സിറിയൻ വിമത സഖ്യത്തിന്, തുർക്കി പിന്തുണയുള്ള സിറിയൻ വിമത സഖ്യത്തിന്റെയും ആ പോരാട്ടം ഖമയും കടന്ന് ഹോംസും കടന്ന് നേരെ ദമാസ്കസിലേക്ക് എത്തുമ്പോൾ ആ രാജ്യത്തിന്റെ സിറിയയുടെ പല ഭാഗങ്ങൾ നിയന്ത്രണത്തിലാക്കി വെച്ചിരുന്ന സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും ഫ്രീ സിറിയൻ ആർമിയും അറബ് ഫോഴ്സസും സിറിയൻ അറബ് ഫോഴ്സസും എല്ലാം അവരവരുടെ മേഖലകൾ കേന്ദ്രീകരിച്ച് അതിശക്തമായ ആക്രമണം ഔദ്യോഗിക സംവിധാനങ്ങൾക്കെതിരെ നടത്തുന്നു. ഇതിൽ അൽറ്റാൻഫ് കേന്ദ്രീകരിച്ചുള്ള വിമത സഖ്യത്തിന്റെ നീക്കങ്ങൾക്ക് അമേരിക്കയുടെ പരിപൂർണ പിന്തുണയുണ്ട് എന്നതിന്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. മറുവശത്ത് HTSനും അവരുടെ സഖ്യകക്ഷിയായ സിറിയൻ വിമത സേനയ്ക്കും പൂർണ്ണ പിന്തുണയും ആയുധങ്ങൾ നൽകിയിരുന്നത് ടർക്കിയാണ് എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത് എന്തുകൊണ്ട് ഔദ്യോഗിക സൈന്യം ഒരു തിരിച്ചടിക്ക് മുതിർന്നില്ല? അവർ എന്തുകൊണ്ട് ആയുധം വെച്ച് കീഴടങ്ങി ഓടി രക്ഷപ്പെട്ടു? ഇറാൻ സിറിയൻ മണ്ണിലുണ്ടായിരുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കമാൻഡോകൾ, സൈന്യം എന്തുകൊണ്ട് ഈ വിമത സഖ്യത്തെ കണ്ട് ഭയന്നോടി? പിന്നീട് നമ്മൾ കേൾക്കുന്ന അൽറ്റാൻഫിന് തൊട്ടപ്പുറത്ത് അതിശക്തിമത്തായി ആ മേഖല കൈയടക്കി വെച്ചിരുന്ന ഖദ്ദേബ് ഹിസ്ബുള്ള 150 കവചിത വാഹനങ്ങൾ ഇറാഖിലേക്ക് ഓടുന്ന ദൃശ്യങ്ങളാണ്. അപ്പോൾ ഇത്തരം ഓപ്പറേഷനുകൾ ഒരു സൈനിക നീക്കം മാത്രമായിരുന്നില്ല. അവിടെയാണ് ഇപ്പോൾ മൊസാദിന്റെ പദ്ധതിയാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. സിറിയയുടെ ഔദ്യോഗിക സേന മൊസാദിന്റെ കയ്യിലായിരുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. അപ്പോൾ വിമത സഖ്യത്തിന്റെ മുന്നേറ്റത്തിൽ ഔദ്യോഗിക സേന പരാജയം സ്വയം സമ്മതിക്കുന്നു. അസദ് രക്ഷയില്ലാതെ രാജ്യത്ത് നിന്ന് കടന്നു കളയുന്നു. ഇതൊക്കെ ഒരുപക്ഷെ മൊസാദിന്റെ പദ്ധതികൾ തന്നെയാവാം. അതാണ് ഖമനേയി ഇപ്പോൾ പരിഭ്രാന്തിയോടെ പറയുന്നത്, ഇതെല്ലാം ആസൂത്രണം ചെയ്ത് ഇസ്രയേൽ എന്ന്. എന്നാൽ അതിനേക്കാളൊക്കെ ഖമനേയിയും കൂട്ടരെ ഭയപ്പെടുത്തിയത് മറ്റൊരാക്രമണമാണ്. പൂർണ്ണമായി വിമതസേന ദമാസ്കസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന അതേ ദിവസം, അതേ മണിക്കൂറുകളിൽ ഇസ്രയേലിന്റെ പോർവിമാനങ്ങൾ സിറിയൻ ആകാശത്ത് നിറയുന്നു. തിരമാലകൾ പോലെ എന്നാണ് വിശദീകരണം. പോർ വിമാനങ്ങൾ തിരമാലകൾ പോലെ ഓരോ തിരയായി സിറിയയുടെ 350 കേന്ദ്രങ്ങളിലേക്ക് ആദ്യം പറന്നു ചെല്ലുന്നു. പിന്നീട് അത് 480 എന്ന അക്കമാണ് നമ്മൾ കേൾക്കുന്നത്. അത്രയേറെ പ്രദേശങ്ങൾ, ലതാക്കിയ പോലുള്ള തുറമുഖത്തിൽ ഇസ്രയേൽ സിറിയ സൂക്ഷിച്ചിരുന്ന അവരുടെ നാവിക കപ്പലുകൾ മുഴുവൻ തകർത്തരിപ്പടമാക്കി. 15ഓളം നാവിക കപ്പലുകൾ, പടക്കപ്പലുകൾ, നിരവധി പോർജെറ്റുകൾ, നിരവധി മിസൈൽ ലോഞ്ചറുകൾ, മിസൈലുകൾ, ആയുധശേഖരം. അത് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനപ്പുറത്ത് ടർക്കിയുടെ അതിർത്തിയിൽ സൂക്ഷിച്ചിരുന്ന ആയുധപ്പരകൾ വരെ ഇസ്രയേൽ കത്തിച്ചു കളഞ്ഞു. അപ്പോൾ ഇസ്രയേൽ സിറിയൻ മണ്ണിൽ എവിടെ വേണമെങ്കിലും തങ്ങൾക്ക് കടന്നു ചെല്ലാം എന്ന പ്രതീതി ഉണ്ടാക്കി. പിന്നീട് മറ്റൊന്ന് നമ്മൾ മൗണ്ട് ഹെർമോൺ അടക്കം അതിലപ്പുറത്തേക്ക് ഇസ്രയേൽ സൈന്യം കുതിക്കുന്ന കാഴ്ച. ദമാസ്കസിന് 25 കിലോമീറ്റർ അടുത്തുവരെ ഇസ്രയേൽ ടാങ്കുകൾ എത്തി എന്ന വാർത്തകൾ നമ്മൾ വായിച്ചു. മൗണ്ട് ഹെർമോൺ 10,000 അടി ഉയരത്തിലുള്ള ഏറ്റവും നിരീക്ഷണ സജ്ജമായ ഒരു ഇടമാണ്. അത് ബൈബിളിൽ പോലും ഏറെ വിശേഷണങ്ങളുള്ള ഏറെ പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. മൗണ്ട് ഹെർമോണിന്റെ മുകളിലിരുന്നാൽ ലെബനനിലും സിറിയയിലുമുള്ള മിക്ക നീക്കങ്ങളും, സൈനിക നീക്കങ്ങളും ഒബ്സർവ് ചെയ്യാൻ കഴിയും. അപ്പോൾ സ്ട്രാറ്റജിക് ലൊക്കേഷൻ കൈയടക്കി, തങ്ങൾ ബഫർ സോണാണ് കൈയടക്കിയിരിക്കുന്നത്, അവിടെ നിന്ന് ഇനി പിൻവാങ്ങില്ലെന്നും ഇസ്രായേലിന്റെ പ്രഖ്യാപനം. ഇവിടെ ഇന്ന് ഇപ്പോൾ യുദ്ധവിദഗ്ധർ നൽകുന്ന ചില നിരീക്ഷണങ്ങളുണ്ട്. അതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇസ്രയേൽ നേടിയത് സമാനതകളില്ലാത്ത ഒരു വിജയമാണ്. കാരണം ഇപ്പോൾ സിറിയൻ വ്യോമമേഖല പൂർണ്ണമായി ഇസ്രയേൽ നിയന്ത്രണത്തിലാണ്. ലെബനൻ വ്യോമമേഖല പൂർണ്ണമായി ഇസ്രയേൽ നിയന്ത്രണത്തിലാണ്. സിറിയയും തൊട്ടപ്പുറത്ത് ഇറാഖും കടന്നാൽ പിന്നെ ഇറാനാണ്. ഇറാഖിന്റെ വ്യോമമേഖല ഇപ്പോൾ നിയന്ത്രിക്കുന്ന അമേരിക്കയാണ്. ചുരുക്കത്തിൽ ഇറാൻ മണ്ണിലേക്ക് ഇനി ഇസ്രയേൽ പോർവിമാനങ്ങൾക്ക് കടന്നു ചെല്ലാൻ ഒരു തടസ്സങ്ങളുമില്ല. നേരത്തെ ഇസ്രയേലിന് ഏറെ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിരുന്നത് സിറിയയിലുള്ള റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു. അതിന് നെതന്യാഹു ഇപ്പോൾ പറയുന്ന $20 ബില്യൺ ഇറാൻ മുടക്കിയെന്നാണ്. $20 ബില്യൺ മുടക്കി റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങൾ സിറിയൻ മണ്ണിന്റെ പല ഭാഗങ്ങളിലും അവർ സജ്ജമാക്കിയിരുന്നു ഇറാൻ സഹായത്തോടെ. അത് സിറിയയെ രക്ഷിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഇറാൻ നടത്തിയത്. ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ സിറിയയിൽ വെച്ച് തച്ചുടയ്ക്കാൻ നേരത്തെ ഇറാൻ തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു അത്. ഒരു വശത്ത് ലെബനൻ നിറയെ ഹിസ്ബുള്ള ഭീകരരെ കൊണ്ട് നിറയ്ക്കുക, അവരുടെ തോക്കിന് മുന്നിൽ ആ ഏരിയ, ആ പ്രദേശം സംരക്ഷിക്കുക, ആകാശത്തോട് പറന്നുയരുന്ന
പോർ വിമാനങ്ങളെ ലക്ഷ്യമിട്ട് അവരുടെ മിസൈലുകൾ പായിക്കുക, തൊട്ടിപ്പുറത്ത് സിറിയൻ വ്യോമ പ്രതിരോധവും കൂടി പൂർത്തിയാകുമ്പോൾ ഒരുപക്ഷെ ഇറാൻ തങ്ങൾ സുരക്ഷിതരായിരിക്കുന്നു എന്നൊരു മിഥ്യാലോകത്തിലായിരുന്നു. അതെല്ലാം തച്ചുടയ്ക്കപ്പെട്ടു. ഇവിടെയാണ് നമ്മൾ ട്രംപിന്റെ ഇടപെടലിന്റെ ശക്തി മനസ്സിലാക്കേണ്ടത്. ഇന്നലെ നെതന്യാഹു പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഇറാന്റെ ന്യൂക്ലിയർ സ്റ്റേഷനുകളാണെന്ന്. വലിയ വാർത്തയാണ് ഇപ്പോൾ അത്. അപ്പോൾ ട്രംപിന്റെ ആ പ്രത്യേക ടീം ഇപ്പോൾ ലക്ഷ്യമിടുന്നതും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നതും ഒരേ കാര്യം. ഒരു പക്ഷേ തങ്ങളുടെ അവശേഷിക്കുന്ന ബന്ദികളെ കൂടി വീണ്ടെടുക്കുന്നത് വരെ ഇസ്രായേൽ ഇതിനു വേണ്ടി കാത്തിരിക്കും. ഇതിനേക്കാൾ വലിയൊരു സുവർണാവസരം ഇസ്രായേലിന് ലഭിക്കാനില്ല. ഇസ്രായേലിന്റെ ഒരു പോളിസി, തങ്ങളുടെ രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതിന്റെ ഒരു പ്രത്യേക പോളിസി ഉണ്ട് അവർക്ക്. ഓരോ മൊസാദ് തലവന്മാരും അധികാരത്തിലേൽക്കുമ്പോൾ അവർ ചെയ്യുന്നൊരു പ്രതിജ്ഞ. പുറത്തേക്ക് പോകുന്ന മൊസാദ് തലവൻ പറയും, അടുത്ത 13 വർഷത്തേക്ക് ഇസ്രായേലിനെ സുരക്ഷിതമാക്കിയാണ് ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ വിട പറയുന്നത്. അപ്പോൾ അടുത്ത മൊസാദ് തലവന്റെ ഒരു പ്രതിജ്ഞയുണ്ട്, അടുത്ത 13 വർഷത്തേക്ക് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. അവർ 13 വർഷം അഡ്വാൻസ് ചെയ്യുകയാണ് തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ. ചുരുക്കത്തിൽ ഇസ്രയേലിന്റെ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇനിയൊരു 13 വർഷത്തേക്ക് സുരക്ഷിതമാക്കണമെങ്കിൽ ഇറാനെ കൂടി നിർവീര്യമാക്കണം. ഇറാന്റെ നേർക്ക് ഒരു ശക്തമായ ആക്രമണം ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി നടത്തിയാൽ ഇപ്പോൾ ഇറാനെ പ്രതിരോധിക്കാൻ ആരുമില്ല. അങ്ങനെ പ്രതിരോധിക്കാൻ തയ്യാറുണ്ട് എങ്കിൽ സിറിയൻ പ്രതിരോധത്തിനായി റഷ്യ തങ്ങളുടെ ശക്തിയെല്ലാം ഉപയോഗിക്കില്ലേ? സിറിയയുടെ നേർക്ക് വിമതസേന മുന്നോട്ട് വന്നപ്പോൾ റഷ്യ പടക്കപ്പലുകളുമായി ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് ലഡാക്കിയയിൽ നിന്നൊക്കെ നമ്മൾ കണ്ടത്. ചുരുക്കത്തിൽ അത്ര സേഫ് ആയിട്ടുള്ള ഒരു ഗെയിം അല്ല ഈ മധ്യപൂർവേഷ്യയിൽ റഷ്യ കളിച്ചിരുന്നതെന്ന് വ്യക്തമാക്കുന്ന ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. ഹമാസുമായുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ചേ. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുന്നു. ഇസ്രായേലിന്റെ എല്ലാ നിബന്ധനകളും അവർ അംഗീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഖത്തറും ഈജിപ്തും മുൻകൈയെടുത്ത് ചില ചർച്ചകൾ നടത്തി. അമേരിക്കയുടെ ദൂതൻ സള്ളിവൻ ആദ്യം കൈറോയിലെത്തി, പിന്നീട് ദോഹയിലെത്തി. ചർച്ചകൾക്ക് ശേഷം അമേരിക്കൻ നയതന്ത്ര പ്രതിനിധി സംഘം എത്തി. അവർ നെതന്യാഹുവുമായി സംസാരിച്ചു. ഇപ്പോൾ ഈജിപ്റ്റ് ആണ് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത്. അവർ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി. അതിനകത്ത് ഒരിക്കൽ പോലും ഹമാസ് നേരത്തെ സമ്മതിച്ചിരുന്നില്ല ഗസയിൽ വെടിനിർത്തലിന് ശേഷം ഇസ്രായേൽ സൈന്യത്തെ തുടരാൻ അനുവദിക്കുമെന്ന കാര്യത്തിൽ. പക്ഷെ ഇപ്പോൾ അവർ അതിന് അനുമതി കൊടുത്തിരിക്കുന്നു. മാത്രമല്ല, ഗസ മുനമ്പിലേക്കുള്ള 2 ഇടനാഴികൾ പൂർണ്ണമായും ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ സൂക്ഷിക്കാൻ ഹമാസ് സമ്മതിക്കുന്നു. റഫ അതിർത്തി, ഈജിപ്തുമായി പങ്കിടുന്ന റഫ അതിർത്തി നേരത്തെ മുതൽ ഇസ്രായേൽ നിയന്ത്രണത്തിലാണ്. അത് തുടരാൻ ഹമാസിന്റെ സമ്മതമാണ്. വരുന്ന 60 ദിവസത്തേക്ക് ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രസൻസ് ഗസയിൽ, അതിനവർ സമ്മതിച്ചു. വിട്ടയക്കുന്ന ബന്ദികളുടെ ലിസ്റ്റ് ഇപ്പോൾ ഈജിപ്തിന് കൈമാറി. പകരം പലസ്തീൻ തടവുകാരെ വിട്ടയക്കണമെന്ന് അവരതിന്റെ നമ്പർ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മാത്രമാണ് ഡിമാൻഡ്. അപ്പോൾ ഹമാസ് പൂർണ്ണമായി നിലം പൊത്തി. ഇവിടെയാണ് ഇസ്രായേലിന്റെ കൂടുതൽ കരുത്ത്. എല്ലാ ശത്രുക്കളും നിലംപരിശായ ഈ സുവർണാവസരം ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്താൽ വരുന്ന ഒരു 13 വർഷമായിരിക്കില്ല, ചിലപ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് ഇറാനെ നിർവീര്യമാക്കാനും ഇറാന് നേർക്ക് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുകയും വലിയ ഒരു ക്ഷതമേൽപ്പിക്കുകയും ചെയ്താൽ ഖമനേയിയുടെ ഈ ഭരണകൂടം നിലംപൊത്തും. അവിടെ വീണ്ടും ഒരു ജനകീയ വിപ്ലവം ഉടലെടുക്കും. സിറിയയ്ക്ക് സമാനമായ സാഹചര്യം ഇറാനിലും ഉണ്ടാകും. അങ്ങനെ പ്രദേശത്തെ സുരക്ഷിതമാക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ കടന്നെത്തിയാലും നമ്മൾ അതിശയിക്കേണ്ടതില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ തന്നെ 2023 ഒക്ടോബറിൽ ഇറാന്റെ തലച്ചോറിൽ ഉദിച്ച ബുദ്ധിയാണ് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഹമാസിനെ പറഞ്ഞു വിടുന്നത്. ഇന്നിപ്പോൾ 2024 ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് ഇറാന്റെ ചിറകുകളെല്ലാം അരിഞ്ഞ് ഒരു മൂലയിൽ കൊണ്ട് ഒതുക്കിയിട്ടിരിക്കുകയാണ് ഇസ്രയേൽ. യഥാർത്ഥ വിപ്ലവം എന്നല്ലേ അന്ന് ഖമനേയി അതിനെ വാഴ്ത്തിയത്. ഒക്ടോബർ 7 ആ പോരാട്ടം നയിച്ചവരെ ധീര രക്തസാക്ഷികളെന്നും വിപ്ലവകാരികളെന്നും ഒക്കെ ഖമനേയി വിശേഷിപ്പിച്ചു. അതേ ഖമനേയി ഇപ്പോൾ പരാജയപ്പെടുന്നു. അതേ ഇറാൻ ഇപ്പോൾ പരാജയപ്പെടുന്നു. അതേ ഇറാന്റെ പ്രോക്സികൾ പൂർണ്ണമായി നിലംപൊത്തുന്നു. എന്താണ് ഏറ്റവും വലിയ സിറിയൻ മണ്ണിലെ ഇപ്പോഴത്തെ പ്രത്യേകതകൾ? സിറിയൻ മണ്ണിൽ റഷ്യക്ക് ഇടം കൊടുക്കില്ല എന്ന് HTS പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സിറിയൻ മണ്ണിൽ ഒരു ചെറിയ ഇടം പോലും ഇറാന് കൊടുക്കില്ല എന്നവർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. സിറിയൻ മണ്ണിൽ നിന്ന് ഇറാനെ എന്നേക്കുമായി കെട്ടുകെട്ടിക്കുകയാണ് HTSന്റെ ലക്ഷ്യം, വിമത സഖ്യങ്ങളുടെ ലക്ഷ്യം. ഇനി HTS ഒരു മിത പ്രകൃതം ഇറാനോട് സ്വീകരിച്ചാലും
മറുവശത്ത് കുർദിഷ് സേനയൊക്കെ ഇപ്പോൾ അതിശക്തരായി. അസദ് ഭരണകൂടം നിലംപൊത്തി ആയുധങ്ങൾ ദുർബലമാക്കപ്പെട്ടതോടെ കുർദിഷ് സേനയും അൽറ്റാൻ കേന്ദ്രീകരിച്ചുള്ള വിമത സേനയും ഒക്കെ കൂടുതൽ ശക്തരായി. അവിടെ ഇപ്പോൾ അമേരിക്കയുടെ 900 സൈനികരുടെ സാന്നിധ്യമുണ്ട് അൽറ്റാൻ മേഖലയിൽ. അത് വിപുലപ്പെടുത്തും. കുർദിഷ് മേഖലയിൽ ഇപ്പോൾ സള്ളിവൻ ഉൾപ്പെടെയുള്ള ആന്റണി ബ്ലിങ്കൻ ഇതിനിടയിൽ എർദോഗനുമായി കൂടിക്കാഴ്ച നടത്തി ഇന്നലെ. കുർദിഷ് സേനയെ ഏതെങ്കിലും തലത്തിൽ ആക്രമിക്കാൻ മറ്റു ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പുകൾ ശ്രമിച്ചാൽ അമേരിക്ക പരസ്യ പിന്തുണ കൊടുക്കുമെന്നാണ് ആന്റണി ബ്ലിങ്കൻ എർദോഗനോട് പറഞ്ഞത്. ഇതിൽ എർദോഗനും ചില ഭയമുണ്ട്. കാരണം അവർ പരസ്പരം പോരടിച്ച് പരസ്പരം വെട്ടിച്ച് മരിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയാൽ അത് അപകടം ചെയ്യും. അതുകൊണ്ട് എർദോഗൻ അടിയന്തര വെടിനിർത്തലിന് അവർക്കിടയിൽ നിർദ്ദേശം നൽകിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഒരു ശാന്തതയിലേക്ക് സിറിയ പ്രവേശിക്കുമ്പോൾ കൂടുതൽ കരുത്ത് ഇസ്രയേലിന് തന്നെയാണ് ലഭിക്കുന്നത്. ശരിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഇസ്രയേൽ സിറിയയുടെ പല ഭാഗങ്ങളിലേക്കും കയറി ആധിപത്യം സ്ഥാപിക്കുന്നു. ഈ വിമത സേനയ്ക്ക് അധികാരത്തിൽ വരുന്ന ആരാണെങ്കിലും അല്ലെങ്കിൽ ഈ വിമത സേനകൾക്ക് ഇസ്രയേലിനോടുള്ള ഒരു സമീപനം എങ്ങനെയായിരിക്കാം? അല്ല, അൽ-ജുലാനി തന്നെ പ്രസിഡന്റ് ആകുമെന്ന വാർത്തകളാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പക്കാരൻ ഇദ്ലിബ് ഭരിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ ഇവിടെ ഇടക്കാല പ്രധാനമന്ത്രി. അൽ-ജുലാനിക്ക് തന്നെയാണ് സാധ്യത. പക്ഷേ അൽ-ജുലാനിയുടെ ആ മേഖല ഒരു ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ സിറിയയുടെ ചെറിയ നേരത്തെ അസദ് ഭരണകൂടത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയേക്കാൾ അതിന്റെ ഒരു 1/3 പ്രദേശം മറ്റുള്ളവർ ഇപ്പോൾ കീഴടക്കി, മറ്റു സഖ്യങ്ങളൊക്കെ കീഴടക്കി. അതൊന്നും വീണ്ടെടുക്കാനോ ഇനി ഒരൊറ്റ സിറിയ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരാനുള്ള സാധ്യതയില്ല. കാരണം അത്രയേറെ ആയുധശേഷി ആർജിക്കാനുള്ള സമയവും സൗകര്യവും ഒന്നും കൊടുക്കില്ല ഇസ്രയേൽ പോലെയുള്ള രാജ്യങ്ങൾ അവർക്ക്. ലെബനന്റെ ഭരണകൂടത്തിന് തുല്യമായി ഒരു ദുർബല ഭരണകൂടം. അതുകൊണ്ടാണ് അമേരിക്കയും HTS തന്നെ അങ്ങ് ഭരിക്കട്ടെ എന്ന് വെച്ചിരിക്കുന്നത്. അവർക്കിനി റഷ്യയെ ആ മണ്ണിലേക്ക് സ്വീകരിക്കാൻ, ഇറാനെ ആ മണ്ണിലേക്ക് സ്വീകരിക്കാൻ സ്വാഭാവികമായ ഭയമുണ്ടാകും. കാരണം ഇസ്രയേലിന് സൈനിക ഇടപെടലുകൾ ഉണ്ടാകുമോ എന്ന ഭയം. ഏതെങ്കിലും തലത്തിൽ ഇസ്രയേലിന്റെ സൈനിക ഇടപെടലുകൾ ഉണ്ടായാൽ അവിടെ അപകടം പതിയിരിക്കുന്ന വ്യക്തമായി HTSനറിയാം. HTS തോൽപ്പിക്കപ്പെട്ടാൽ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും അൽറ്റാൻ മേഖലയിലുള്ള വിമത സഖ്യവും ഒക്കെ മുന്നോട്ട് കടന്നു വരും. അവരത്ര നിസാര സഖ്യമല്ല. അവർക്ക് ഭാവിയിൽ ഭരണം പിടിക്കാനും സിറിയ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനും കെൽപ്പുള്ളവരാണ്, കഴിവുള്ളവരാണ്. ട്രംപിന് പ്രത്യേക താല്പര്യമുള്ളവർ. 2018-19 കാലഘട്ടത്തിൽ അന്ന് ISISനെ തോൽപ്പിക്കുന്നതിൽ മുൻകൈയെടുത്ത് അമേരിക്കയ്ക്കൊപ്പം നിന്ന സഖ്യമാണ്. ട്രംപിന് അവരോട് ഒരു വല്ലാത്ത കടപ്പാടുമുണ്ട്. കുർദിസ്ഥാൻ എന്നുള്ള രാജ്യം അവർ കൊടുക്കുമെന്നുള്ളൊരു വാഗ്ദാനവും കിടപ്പുണ്ട്. അപ്പോൾ സിറിയൻ ഭരണകൂടം ഇപ്പോൾ കൈയാളുന്ന HTSന് നാളെ രാവിലെ ഈ ബഫർ സോണും പിൻവിട്ട് ഗോലാൻ കുന്നും കടന്ന് നേരെ ഇസ്രയേലിൽ കയറി ജെറുസലേം പിടിക്കാനൊന്നും കഴിയില്ല. അതിൻ്റെ ആർജവുമില്ല, അതിനുള്ള ആയുധങ്ങളില്ല, അതിനുള്ള ഒരു മനസ്സാന്നിധ്യവും അവർക്കുണ്ടാകില്ല. അതുകൊണ്ട് ഇസ്രയേൽ ഇപ്പോൾ ഏറ്റവും സേഫ് കോർണറിലാണ്. ലാസ്റ്റ് മിഷൻ തുടങ്ങി എന്നവർ പറയുന്നത് ഇറാന് നേർക്കുള്ള ആക്രമണം തന്നെയാണ്. ശരിക്കും ഇപ്പോൾ ഇസ്രയേലിൽ അല്ലെങ്കിൽ ഇറാനിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇറാനെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഈ ഖമനേയി ഭരണകൂടത്തെ ഇല്ലാതാക്കാൻ ഇറാൻ ജനതയെ തന്നെ ഇറക്കാനുള്ള ഒരു നീക്കമായിരിക്കുമോ? അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലൂടെ അതിനുള്ള സാധ്യതയുണ്ട്. കാരണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ചെയ്ത് ഔദ്യോഗിക ഭരണകൂടത്തെ ദുർബലമാക്കുന്ന ഘട്ടത്തിൽ ജനങ്ങൾ വിപ്ലവവുമായി പുറത്തേക്ക് ഇറങ്ങും. അത് കൃത്യം കണക്കുകൂട്ടലുകളോടെ ഒരുപക്ഷെ US-ഉം ഇസ്രയേലും മറ്റൊരു പദ്ധതി കൂടി തയ്യാറാക്കുന്നുണ്ടാവും. ലോകം നടുങ്ങുന്ന മറ്റൊരു ആക്രമണ വാർത്തയും മറ്റൊരു ലാസ്റ്റ് മിഷൻ മൂവും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിനു മുൻപ് ഈ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന ഒരു ഘട്ടം, ഇസ്രയേൽ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഒരു ഭയം ഇറാൻ ഉണ്ടായിരുന്ന സമയത്ത് അമേരിക്കയോട്, ബൈഡനോട് പ്രത്യേകിച്ച് സഹായം തേടുന്ന ഒരു ഇറാനെ നമ്മൾ കണ്ടു. അതുമാത്രമല്ല, ട്രംപ് വരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ആണവ കരാറിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു ഖമനേയെ നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഇസ്രയേൽ തങ്ങൾക്ക് നേർക്ക് തിരിയുന്നു എന്ന് കാണുന്ന ഒരു ഘട്ടത്തിൽ ഇറാൻ വീണ്ടും ഒരു സമാധാന ചർച്ചയ്ക്ക് അമേരിക്കയോട് ചെല്ലാൻ താല്പര്യപ്പെടും. ഇതിപ്പം ഒരു പവർ ട്രാൻസിഷൻ പീരീഡ് ആണ്. അപ്പൊ പുതിയ പ്രസിഡന്റ് വരേണ്ടിയിരിക്കുന്നു. ട്രംപിന്റെ അടുത്ത് ഈ മുട്ടാപ്പോക്കൊന്നും പോയില്ല. ട്രംപ് ഒരു ഒറ്റയാൻ പോക്കാണ്. ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ വ്യക്തമാണ്. ട്രംപിന്റെ കണക്കൂട്ടൽ, ട്രംപ് അധികാരത്തിൽ വരുമ്പോഴേക്കും ഈ മധ്യപൂർവേഷ്യ ഒരു ശാന്തത എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എല്ലാം സമാധാനത്തിന്റെ പാതയല്ല, ഇസ്രയേൽ എല്ലാം വെടുപ്പാക്കി ഒന്ന് വ്യക്തമാക്കി വെക്കണം എന്നുള്ളത്. ആ ഒരു ലോകക്രമത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇറാന്റെ ഭരണകൂടം കൂടി നിലംപൊത്തിയാൽ ട്രംപിന് പിന്നെ കാര്യങ്ങൾ എളുപ്പമാകും.
അങ്ങനെ എന്തായാലും കാര്യങ്ങൾ ഇസ്രയേലിനും ബെഞ്ചമിൻ നെതന്യാഹുവിനും ട്രംപിനും അനുകൂലമാകുന്ന കാഴ്ച. ഈ നെതന്യാഹുവിന്റെ ഗ്രാഫ് ഇപ്പോൾ പബ്ലിക്കിനിടയിൽ, ഇസ്രായേൽ ജനതയ്ക്കിടയിൽ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് പോകും. ഏറ്റവും താഴെ കിടന്ന നെതന്യാഹു ഇപ്പോൾ അവിടെ വലിയ ഹീറോ ആണ്. കാരണം അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ വിജയിച്ചിരിക്കുന്നു, ജനങ്ങൾ അംഗീകാരം കൊടുത്തിരിക്കുന്നു. അവര് യുദ്ധത്തിലൂടെ നിലനിൽക്കുന്ന രാജ്യമാണ്. തങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ യുദ്ധം ചെയ്യുന്നവരാണ്. തങ്ങളുടെ ദേശീയത നിലനിർത്താൻ യുദ്ധം ചെയ്യുന്നവരാണ്. തങ്ങളെ ആക്രമിക്കുന്ന ശത്രുക്കൾക്ക് നടുവിൽ എന്നും യുദ്ധം മാത്രമേ അവർക്ക് മുന്നിൽ, യുദ്ധം ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയവരാണ് അവർ. എന്തായാലും ഈ സിറിയയിൽ നടന്നിരിക്കുന്ന ആഭ്യന്തര യുദ്ധത്തോടുകൂടി ഇസ്രയേൽ പൂർണ്ണമായും തങ്ങളുടെ രാജ്യം സംരക്ഷിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സിറിയയിലേക്ക് കടന്നു കയറിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇറാനെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുന്നതാണ്. എന്തായാലും അത്ര നല്ല സൂചനകളൊന്നും തന്നെ ഇറാന് ആശ്വസിക്കാൻ മാത്രമുള്ള ഒന്നും തന്നെ വരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇസ്രയേൽ കയറി അടിക്കുമോ അല്ലെങ്കിൽ ഇറാൻ ജനത തങ്ങളെ താഴെ ഇടുമോ എന്നുള്ള ഭയത്തിലാണ് ഖമനേയി. കൂടുതൽ ചർച്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. കാത്തിരുന്ന് കാണാം. നമസ്കാരം.